ഇത് ഡോബർമാൻ പിഞ്ചർ, ജർമ്മൻ ബ്രീഡ് തന്നെയാണ്. അത്യാവശ്യം പെറ്റായിട്ടും വാച്ചിങ് പർപ്പസും ട്രെയിനിങ്ങും എല്ലാ തരത്തിലും നമുക്ക് യൂസ് ചെയ്യാം. ഹെയർ വിഷയമില്ല, ഷോർട്ട് കോട്ടാണ്, മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഓവർ തണുപ്പും ഓവർ ചൂടും അല്ലാണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്താം. നല്ലൊരു ഡോബർമാൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പപ്പി സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രീഡറുടെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ആ പാരൻറ്റേജ് കണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്രീഡറെ ആദ്യം തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഫുഡ് കൊടുക്കരുതെന്ന് പറയണം നമ്മൾ പപ്പി സെലക്ഷന് പോകുമ്പോൾ. അപ്പോൾ പപ്പീസൊക്കെ വയറ് കാലിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് ആദ്യം ഡോഗിനെ വിളിക്കുക. അപ്പോൾ വിളിക്കുന്ന ടൈമിൽ ഇപ്പോൾ ഒരു 6-7 പപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രേഞ്ചറുടെ സൗണ്ട് കേൾക്കുമ്പോൾ ആദ്യം അതിലേക്ക് എയിം ചെയ്ത് നിൽക്കുന്നത് ഫസ്റ്റ് സെലക്ഷൻ, രണ്ടാമത് വിളിച്ചാൽ അടുത്തേക്ക് വന്നത്, പിന്നെ മൂന്നാമത് നോക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ആ ഉള്ള ഗ്യാപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന പപ്പീസ് ഉണ്ട്. അവരെപ്പോഴും ഒരു ഒറ്റ മൈൻഡ് ആയിരിക്കുള്ളൂ. അവരെന്ന് വെച്ചാൽ ആ ഓണറായിട്ട് ഇത്രയും കൂടി അറ്റാച്ച്മെൻറ്റ് കൂടും. വയറ് കാലിയായിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ചെന്ന് വിളിച്ചു കഴിയുമ്പോൾ ഇവർ ശ്രദ്ധിക്കും, വിളിച്ചാൽ വരും. അപ്പോൾ ആ കേൾവി കാര്യങ്ങൾ നോക്കും. പിന്നെ വിളിച്ചാൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കൈയും കാലിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നോക്കുക, അതായത് ഫ്രീ മൂവ്മെൻറ്റ്, സൈക്ലിംഗ് പോലെ മൂവ്മെൻറ്റ് നോക്കുക. അല്ലാണ്ട് കാലിലും കയ്യിൽ വലിച്ചില്ല അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്കത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കണത്, അതാണ് നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്യണത്. പിന്നെ ബൈറ്റ് സിസർ ബൈറ്റ് ആയിരിക്കും, കത്രികപ്പൂട്ട്. അതായത് വായ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ഗ്യാപ്പുകളൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ഏത് സൈഡിൽ നോക്കിയാലും ഗ്യാപ്പില്ല. ഇത് ആണ് ബൈറ്റ് നോക്കണത്. പിന്നെ വീട്ടാവശ്യത്തിന് മറ്റ് വിഷയമില്ല. ഷോ പർപ്പസ് ആണെങ്കിൽ, മെയിൽസ് ആണെങ്കിൽ ടെസ്റ്റിക്കിൾ രണ്ടും വിസിബിൾ ആണെന്ന് നോക്കും. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിന് നമുക്ക് ഗ്യാരൻറ്റി ഇല്ല. കിട്ടിയാൽ കിട്ടി. പിന്നെ നല്ലൊരു ആൾക്കാരാണെങ്കിൽ നമ്മളെ പറ്റിക്കില്ല, അല്ലാത്തതാണ് ചിലപ്പോൾ പരമാവധി ആൾക്കാർ ചതിക്കപ്പെടും. ഒരു ബ്രീഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ഫീമെയിലും പപ്പീസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എവിടെ ക്രോസ് ചെയ്യിച്ചതെന്ന് വെച്ചാൽ ഇന്ന ആളുടെ ഡോഗാണെന്ന് പറയും. അത് ഏകദേശം ആൾക്കാരൊക്കെ ഫേമസ് ഡോഗ്സിലായിരിക്കുള്ളൂ ബ്രീഡിങ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെയിലിനെയും കാണാം, ഫീമെയിലിനെയും കാണാം. പ്ലസ് സർട്ടിഫൈഡ് പെഡിഗ്രീഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 മാസത്തിനുള്ളിൽ ആ ബ്രീഡർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റിൽ എപ്പോഴും 3 ജനറേഷൻ പാരൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഈ ഡോഗാണ്, ഈ ഡോഗിൻ്റെ ഒരു രജിസ്റ്റേർഡ് നെയിം, രജിസ്റ്റേർഡ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൈക്രോ ചിപ്പ് നമ്പർ 15 അക്കത്തിൻ്റെ അതിനകത്ത് ഉണ്ടാവും. പ്ലസ് ഫാദറിൻ്റെ 2 ജനറേഷൻ, മദറിൻ്റെ 2 ജനറേഷൻ, അത് ഫാദറും മദറും വെച്ച് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിനകത്ത് പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് KCI, കെൻ ക്ലബ് ഓഫ് ഇന്ത്യ മദ്രാസാണ് ഓഫീസ്, അവിടെ നമുക്ക് പരാതിപ്പെടാം. 2000 രൂപയാണ് അതിൻ്റെ ചിലവ്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുള്ള പപ്പി, അതിപ്പോൾ നിങ്ങളെടുത്ത പപ്പി, അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിലുള്ള മദറും ഫാദറും അതിൻ്റെ 2 ml വെച്ച് ബ്ലഡ് എടുക്കും. ഒരെണ്ണം നമ്മുടെ ഡോക്ടർ DNA നോക്കും, ഒരെണ്ണം KCIന്ന് വിടണ ഡോക്ടറാണ് DNA നോക്കുന്നത്. അതിൽ ഫോൾസ് പ്ലേ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരം കിട്ടും. ആ ബ്രീഡറുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഫ്രീസ് ചെയ്ത് കളയും. പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഇവർക്ക് വയറ് നിറച്ച് ഫുഡ് കൊടുക്കരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 ഗ്രാമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 75 ഗ്രാമേ കൊടുക്കാവൂ. ആ 25 ഗ്രാമിൻ്റെ സ്പേസ് വേണം വയറിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും സലൈവയും ഫുഡും കൂടി മിക്സായി അത് പ്രോപ്പർ ഡൈജഷൻ ആവും. മറ്റേന്ന് വെച്ചാൽ ആൾക്കാർ അറിവുള്ളവരും അറിവില്ലാത്തവരും പറയും 5 നേരം 6 നേരമൊക്കെ ഫുഡ് കൊടുക്കുമെന്ന് പറയും. പക്ഷേ ഇതൊരു ജീവിയാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു പോർഷൻ ഫുഡ് കൊടുത്ത്, ഉച്ചക്കൊരു പോർഷൻ ഫുഡ് കൊടുത്ത്, വൈകുന്നേരം ഒരു പോർഷൻ കൊടുക്കാൻ നേരത്തെ രാവിലെ ചിലപ്പോൾ ഓവർ ഫീഡ് ആണെങ്കിൽ അത് ഡൈജസ്റ്റ് ആയിട്ടുണ്ടാവില്ല. അതിന് ശേഷം ഉച്ചക്കലത്തെ ഫുഡ് ചെല്ലും, വൈകിട്ടത്തെ ഫുഡ് ചെല്ലുമ്പോഴത്തേക്ക് രാവിലെ കിടക്കുന്ന ഫുഡിൻ്റെ ബാക്കി ഉള്ളിലിരുന്ന് DK ആവും. അപ്പോൾ പിന്നെ അത് ചിലപ്പോൾ ഇത് എങ്ങനെയും പുറന്തള്ളാനായിട്ട് ചിലപ്പോൾ വോമിറ്റ് ചെയ്യും, ചിലപ്പോൾ ഡയറിയ വരും. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡോഗല്ല പപ്പി ഡെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഓവർ ഫീഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഒരു 6 മാസം വരെ കറക്റ്റ് ഡയറ്റിൽ പോവുക. 6 മാസം വരെ എന്ന് വെച്ചാൽ ഇവരുടെ ബോൺ ഗ്രോത്ത് ഉള്ള ടൈമാണ്. അപ്പോൾ ആ നേരത്തെ ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കൈയും കാലിൻ്റെയൊക്കെ ചിലപ്പോൾ ഷേപ്പ് പോകും. പ്ലസ് മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പപ്പി എവിടെ നിന്നാലും വാങ്ങിക്കഴിഞ്ഞാൽ ഫീഡ് ബൗളിലെടുത്ത് വെക്കുമ്പോൾ തന്നെ പപ്പീനെ ഒന്ന് പുറത്ത് വിടുക, ഫീഡ് കൊടുത്തതിന് ശേഷം പുറത്ത് വിടുക. അപ്പോൾ നമുക്കൊരു 4-5 ദിവസം കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഫുഡ് ചേഞ്ച് ചെയ്യരുത്. ആ കൊടുക്കുന്ന ഫുഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ടോയ്ലറ്റ് ഹാബിറ്റ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലർ ബിഫോർ ആയിരിക്കും, ചിലർ ആഫ്റ്റർ ആയിരിക്കും. അത് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഡോഗിന് പകുതി വിഷയം മാറി. ആ ഡോഗിൻ്റെ സറൗണ്ടിങ് എപ്പോഴും ക്ലിയർ ആയിരിക്കുള്ളൂ. അത് ഹൈബ്രിഡ് ആണെങ്കിലും ലോക്കലാണെങ്കിലും ഏതാണെങ്കിലും ഇവർ കിടക്കണ സ്ഥലത്ത് ഇവർ അഴുക്കാക്കില്ല. അവരുടെ ഏരിയ മാറിയിട്ട് ഇവർ പോയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഒരു ആദ്യമായിട്ടൊക്കെ എടുക്കണവരാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ആദ്യത്തെ ഒരു മോഷൻ പാസ് ചെയ്തെങ്കിൽ ആ മോഷൻ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തെങ്കിൽ ഒരു എന്തായാലും വേസ്റ്റ് തുണിയിൽ മുക്കിയിട്ട് ഒരു ചെറിയൊരു പോളിത്തീൻ ബാഗിലാക്കി വെച്ചേക്കാം. അടുത്ത പ്രാവശ്യം നമ്മളെ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഇവർ എടുത്തിട്ട് ആ പോളിത്തീൻ ബാഗ് എവിടെയെങ്കിലും നമ്മൾ നിൽക്കുന്ന ഡിസ്റ്റൻസിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആ കവർ പയ്യെ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരും. ഇവരൊക്കെ ഈ ആനിമൽസൊക്കെ ഈ സ്മെല്ല് നോക്കിയിട്ട് അവിടെയാണ് ഇവർ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് മാറ്റി വെക്കാം. അങ്ങനെ ഡോഗിനെ ഡിസ്റ്റൻസ് മാറ്റി കൊണ്ടുവന്ന് ആ ടോയ്ലറ്റ് ട്രെയിനിങ് എപ്പോഴും കറക്റ്റ് ആക്കാം. പിന്നെ എന്ത് മെഡിസിൻ ആണെങ്കിലും ഈ സിറപ്പാണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും വായിൽ കൊടുത്ത് ശീലിപ്പിക്കുക. അതെപ്പോഴും നമ്മൾ ഡോഗിനെ ഇരുത്തുക, സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വായിലേക്ക് വെക്കുക, അടച്ചു പിടിക്കുക. ഇത് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നാക്ക് പുറത്തേക്ക് വരുള്ളൂ. ചിലർ ഇത്തിരി ബലം പിടുത്തം കാണിക്കും, അപ്പോൾ അവർ കടിച്ചു പിടിച്ചിട്ട് തുപ്പിക്കളയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ തുറക്കുക, കറക്റ്റ് ഉള്ളിലേക്ക് വെക്കുക, ഇങ്ങനെ അടക്കുക. അടച്ചു കഴിയുമ്പോൾ ഈ സൈഡിൽ കൂടി നാക്ക് പുറത്തേക്ക് വരും. അപ്പോഴാണ് ഇവരെ ടാബ്ലറ്റ് കഴിച്ചേക്കണത്. ചില ആൾക്കാർ പറയും ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുമെന്ന് പറയും. ഇവരൊക്കെ സെൻറ്റ് ഇത്തിരി പിടിക്കണവരാണ്. അതായത് സ്മെല്ല് ഇവർ ടേസ്റ്റ് അല്ല നോക്കണം, ഇവർ ആ സ്മെല്ല് നോക്കിയിട്ടാണ് ഇവർ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പറ്റാത്ത സ്മെല്ലിട്ട് ഇവന്മാരെ ഫുഡ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ പൈസയും പോകും, ആ മരുന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് മെഡിസിനാണ് നമ്മൾ വായിൽ കൊടുത്ത് ശീലിപ്പിക്കുക. പിന്നെ അൺകോട്ടഡ് ടാബ്ലറ്റ് ഉണ്ട്, DVM പോലത്തേക്ക്. അതിലൊന്നെങ്കിൽ ഒരു 2 ഡ്രോപ്പ് തേൻ അല്ലെങ്കിൽ 2 ഡ്രോപ്പ് വെളിച്ചെണ്ണ തേച്ചിട്ട് ഡോഗിൻ്റെ എപ്പോഴും നാക്ക് തൊടാണ്ട് അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് പിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചെറിയൊരു നനവ് ഉണ്ടാവുമല്ലോ, അകത്തേക്ക് പോയിക്കോളും. അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അപ്പം തന്നെ എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് പുറത്തേക്ക് വന്നില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ നമ്മളിപ്പോൾ ഒരു പപ്പിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മാസത്തിൽ 2 തവണ DVM ചെയ്യാം. അതൊരു 16 ദിവസം കൂടുമ്പോൾ DVM ചെയ്യുക. 2 പ്രാവശ്യം കഴിഞ്ഞാൽ ആ കോംബോ മാറ്റിയിട്ട് അടുത്ത മെഡിസിൻ കൊടുക്കുക. DVMൻ്റെ സപ്ലിമെൻറ്റ് ഒരു 6 മാസം വരെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, നമ്മുടെ ഒരു നല്ല രീതിക്ക് വളർന്ന് കിട്ടാനാണെങ്കിൽ. പിന്നെ ഫുഡ് ഹാബിറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫീഡ് ചെയ്യുക. ഇപ്പോൾ റാഗി ബജറയൊക്കെ ഫുഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പരമാവധി ബോഡി തണുക്കും, ഹീറ്റ് സ്ട്രോക്ക്, സ്ട്രെസ് ആ വക സാധനങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നമ്മളെല്ലാ ആഹാരവും കൊടുക്കുക. ഇവർക്ക് ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 8-10 രോഗങ്ങളുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറയണത് DHPPI എന്ന് പറയും. അതായത് കെനൈൻ ഡിസ്റ്റംബർ, പാർവോ വൈറസ്, പാർവോ ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ്, ലെപ്റ്റോസ്പൈറോസിസ് 1, 2. ഡോബർമാൻ മാത്രമല്ല, പൊതുവേ ഉള്ള ബ്രീഡുകൾ അത് വരാണ്ടിരിക്കാം. അതിനുള്ള വാക്സിൻ ഉണ്ട്. ഒരു 35 ദിവസം കഴിയുമ്പോൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു 2 ആഴ്ച ഗ്യാപ്പിൽ അതിൻ്റെ ഒരു ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോൾ ഒരു 90+ ആകുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ബൂസ്റ്റർ ഉണ്ട്. ചില മെഡിസിൻ ഒരുമിച്ച് തന്നെ, അതായത് 7 ഡിസീസും ഇഞ്ചെക്റ്റ് ചെയ്യുക, റാബിസും ഇഞ്ചെക്റ്റ് ചെയ്യുക. 3 മാസത്തിന് ശേഷമാണ് റാബിസ് വാക്സിൻ എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസത്തിന് ശേഷം നമ്മൾ വാക്സിൻ എടുത്താൽ പിന്നെ പിറ്റേ കൊല്ലം വെച്ചെടുത്താൽ മതി.